നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. ഇന്നലെ പോസ്റ്റ് മാർക്കറ്റിന് എത്താൻ പറ്റിയില്ല. മാർക്കറ്റ് ഇന്നലെ വളരെ വലിയ തോതിൽ ഓടക്കീലായിരുന്നു. മാർക്കറ്റ് താഴുന്നു, കുറച്ചൊന്ന് കയറുന്നു, അവസാനം നെഗറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇന്നലെ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വളരെ സുപ്രധാനമായിട്ടുള്ളൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതിനിടെ എഫ് ഐസ് ഇന്നലെ സെല്ലേഴ്സായിട്ടോ 1787 കോടി രൂപയ്ക്ക് എഫ് ഐസ് സെല്ല് നടത്തി. അപ്പോൾ ട്രംപിൻ്റെ പ്രസ്താവനയിലേക്ക് വരുമ്പോൾ വളരെ ബ്രീഫായിട്ടുള്ളൊരു പ്രസ്താവനയാണ് ഇന്നലെ ട്രംപ് നടത്തിയത്. അതായത് ഗ്രീൻലാൻഡ് ഈ റഷ്യക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള ഒരു പ്രദേശം, ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഇത് അക്യൂർ ചെയ്യുക, ഫോഴ്സ്ഫുള്ളി അക്യൂർ ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശം, മറിച്ച് ഇത് എല്ലാ ആളുകളുടെയും സമ്മതത്തോടു കൂടിയിട്ട് ഏറ്റെടുക്കുക, അത് പ്രൊട്ടക്റ്റ് ചെയ്യുക, അമേരിക്കയുടെയും ഗ്രീൻലാൻഡിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള വളരെ നയപരമായ കുറച്ച് മയത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രസ്താവന. ഫോഴ്സ്ഫുള്ളി അത് അക്യൂർ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള ആ ഒരു പ്രസ്താവനയാണ് കുറച്ചും കൂടി ഹൈലൈറ്റ്. അപ്പോൾ അത് കുറച്ച് ശാന്തത പടർത്തി ഇന്നലെ മാർക്കറ്റിൽ. അപ്പോൾ അത് കാരണം മാർക്കറ്റ് ഇപ്പോൾ ഗംഭീര റാലിയിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്ത് പോസിറ്റീവ്, US മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്ത് പോസിറ്റീവ്, നിഫ്റ്റിയിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാൻ ഏറ്റവും ടോപ്പിൽ നാച്ചുറൽ ഗ്യാസ്, അതിൻ്റെ വാല്യൂ ഉണ്ട് അവിടെ $5, ഗോൾഡ് $24 ഇടിഞ്ഞ് 4800, സിൽവർ 92, ബിറ്റ്കോയിൻ 90,000, $1000 ബിറ്റ്കോയിൻ ഉയർന്നു, ബ്രൻ്റ് ഓയിൽ 65, നിഫ്റ്റി കാണാം 25,329, 25,188 ആയിരുന്നു നമ്മുടെ ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ വലിയൊരു റാലി, വലിയൊരു ഗ്യാപ്പ് അപ്പ് എക്സ്പെക്റ്റ് ചെയ്യാം. ഡോ ഫ്യൂച്ചർ പ്ലസ് ആണ്, ഓസ്ട്രേലിയ പ്ലസ് ആണ്, കോസ്പി പ്ലസ് ആണ്, നിക്കി 1.4% പ്ലസ് ആണ്. പിന്നെ ഏറ്റവും താഴേക്ക് വരാണെങ്കിൽ US വിക്സ് ക്രാഷ് ചെയ്ത് കാണാം, 13% ക്രാഷ് ചെയ്തു. നാസ്ഡാക്കും ഡോയും എല്ലാം തന്നെ പോസിറ്റീവിൽ അടച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഗംഭീരമായ രീതിയിൽ പോസിറ്റീവിൽ റിയാക്ട് ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യ വിക്സും ക്രാഷ് ആവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഇന്ത്യ വിക്സ് ഏകദേശം ഓൾമോസ്റ്റ് ഒരു 20% സ്പൈക്ക് ചെയ്ത് പ്രീമിയം എല്ലാം തന്നെ വളരെയധികം എക്സ്പെൻസീവായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. നിങ്ങൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി പ്രീമിയം ഒന്ന് കൂൾ ഡൗൺ ആകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഡയറക്ഷന് അനുസരിച്ച് മാർക്കറ്റ് പോയാൽ പോലും ആ ഒരു പ്രീമിയം മെൽറ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലൊക്കെ പോകാം. പൈസൽ റെക്കമെൻഡേഷൻ അല്ല. എറ്റേഡൽ 72% നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 102 കോടി രൂപ. വാരിസ് എനർജി നെറ്റ് പ്രോഫിറ്റ് 26% ഉയർന്ന് 1062 കോടി രൂപ. ജെൻഡാൽ സ്റ്റീൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 26% ഉയർന്ന് 828 കോടി രൂപ. ഡോക്ടർ റെഡ്ഡി നെറ്റ് പ്രോഫിറ്റ് 14% ഇടിവ് രേഖപ്പെടുത്തി. HPCL നെറ്റ് പ്രോഫിറ്റ് 6% അപ്സൈഡ് രേഖപ്പെടുത്തി. ബാങ്ക് ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 7% അപ്സൈഡ് രേഖപ്പെടുത്തി 2700 കോടി രൂപ. PNB ഹൗസിംഗ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 10% ഇയർ ഓൺ ഇയർ ഉയർന്ന് 521 കോടി രൂപ കരസ്ഥമാക്കി. KE ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 42% ഉയർന്ന് 234 കോടി രൂപയാണ്. ഗ്രാവിറ്റ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 25% ഉയർന്ന് 97 കോടി രൂപ, 78 കോടി രൂപയിൽ നിന്നാണ് പ്രോഫിറ്റ് ഉയർത്തിയത്. ലെമൺ ട്രീ ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള കമ്പനിയാണ്. അപ്പോൾ അവർ ഉത്തർപ്രദേശിൽ അവർ 85 റൂമിൻ്റെ ഒരു ഹോട്ടൽ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ്. CSE കമ്പനി ഇവർ ഉത്തർപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ധാരണയായി. ആനന്ദ് രാജ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 30% ഉയർന്ന് 144 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു കാര്യമാണുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങളുടെ എല്ലാ ട്രേഡിംഗ് ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരുടെയും പറയുക പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും ഇവിടെ ലഭ്യമാണ്. വിത്തൗട്ട് എനി ബയാസ് നിങ്ങൾക്ക് ന്യൂസ് കാണാം. ഒരു എൻ്റെ വ്യൂസോ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. മാർക്കറ്റിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ചാനൽ. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.